മണ്ണിടിഞ്ഞ് വീണ് തൊഴിലാളി മരണപ്പെട്ട ചെറുവത്തൂർ മട്ടലായി ദേശീയപാതയിൽ പ്രവൃത്തി നിർത്തിവെച്ച് നിർമ്മാണ തൊഴിലാളികളുടെ പ്രതിഷേധം. ജോലിയിൽ സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്നും മരണപ്പെട്ടയാൾക്കും പരിക്കേറ്റവർക്കും അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു സമരം. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. കൊൽക്കത്ത സ്വദേശിയായ മുൻതാജ് അലിയുടെ അപകടമരണത്തിന് പിന്നാലെയാണ് ചെറുവത്തൂർ മട്ടലായിയിൽ ദേശീയപാത നിർമ്മാണ തൊഴിലാളികൾ സംഘടിച്ച് പ്രതിഷേധമുയർത്തിയത്. ജോലിസ്ഥലത്ത് ആവശ്യമായ സുരക്ഷിതത്വം ഇല്ലെന്ന് ചൂണ്ടിക്കാട്ടിയും മരണപ്പെട്ട മുൻതാജ് അലിയുടെ കുടുംബത്തിന് ന്യായമായ നഷ്ടപരിഹാരം നൽകണമെന്ന് ആവശ്യപ്പെട്ടുമായിരുന്നു സമരം. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ രണ്ടുപേർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നുള്ള ആവശ്യവും ഇവർ മുന്നോട്ട് വയ്ക്കുന്നു. वो एक्सीडेंट सिर्फ सेफ्टी का मिस्टेक का कारण हुआ है. एक आदमी का जान चला गया है. 2 आदमी जो है वो हॉस्पिटल में एडमिट है. कंपनी के ऑनर से हम लोग का रिक्वेस्ट है, उनका जो परिवार है उनके लिए जो भी करना है कीजिए जल्द. बॉडी फ्रैक्चर हो गया, वो कुछ भी काम नहीं कर सकता ना, तो नहीं काम कर सकता, कमाएगा खाएगा क्या? उसका परिवार है, उसका परिवार बर्बाद हो गया, क्या करेगा वो? कितना कोई डिमांड है, कितना चाहिए? कितना चाहिए तो कंपनी वाला है उनका उसका परिवार डिमांड चाहिए कम से कम 15-20 लाख. तो फैसला होगा वो बताएगा कितना डिमांड है. 3 आदमी का है, एक आदमी तो डेड हो चुका है, 2 आदमी वो लोग खत्म ही है. कोई किसी का कमर फ्रैक्चर हुआ है, किसी का पैर फ्रैक्चर हुआ है. अगर वो लोग के लिए कुछ हो सकता है तो करना ही पड़ेगा, क्योंकि अभी वो लोग काम कमा के नहीं खा सकते, काम भी नहीं कर सकते. हम लोग कमाएगा तो कल खाए. ദേശീയപാതയിൽ മയ്യിച്ച മുതൽ ആണൂർ വരെ വിവിധ ജോലികളിൽ ഏർപ്പെട്ട 50ഓളം തൊഴിലാളികളാണ് പ്രതിഷേധമുയർത്തിയത്. 4 ലക്ഷം രൂപ കുടുംബത്തിന് അടിയന്തരമായി നൽകുമെന്നും മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ചിലവ് വഹിക്കാമെന്നും കരാർ കമ്പനി ഉദ്യോഗസ്ഥർ പറഞ്ഞെങ്കിലും തൊഴിലാളികൾ അംഗീകരിച്ചില്ല. ഇതേ സ്ഥലത്ത് മുമ്പ് 2 തവണ അപകടം നടന്ന് തൊഴിലാളികൾക്ക് പരിക്കേറ്റപ്പോൾ നഷ്ടപരിഹാരം നൽകാൻ നിർമ്മാണ കരാർ കമ്പനി വിമുഖത കാണിച്ചുവെന്നും തൊഴിലാളികൾ ആരോപിക്കുന്നു. അതുകൊണ്ട് തന്നെ മരണപ്പെട്ടയാളുടെയും പരിക്കേറ്റവരുടെയും കുടുംബാംഗങ്ങളുമായി സംസാരിച്ച് നഷ്ടപരിഹാര തുക നൽകിയാൽ മാത്രമേ തങ്ങൾ ജോലിയിൽ പ്രവേശിക്കൂ എന്നാണ് തൊഴിലാളികളുടെ നിലപാട്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.